ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലുള്ള ദ ഗിവിംഗ് ട്രീ എന്ന് പറയുന്ന സ്റ്റോറിയിലെ ആക്ടിവിറ്റീസ് ആണ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഡിസ്ക്രൈബ് ഹൗ ദ ടൈറ്റിൽ ദ ഗിവിംഗ് ട്രീ ഇസ് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റോറി. അതായത് ഗിവിംഗ് ട്രീ എന്ന് പറയുന്ന പേര് ഈ ഒരു സ്റ്റോറിക്ക് എത്രമാത്രം അനുയോജ്യമാണ് എന്നതാണ് ചോദ്യം. മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ടൈറ്റിൽ ദ ഗിവിംഗ് ട്രീ എന്ന് പറയുന്ന ടൈറ്റിൽ ഈ ഒരു സ്റ്റോറിക്ക് എന്താണ്, സ്യൂട്ടബിൾ ആണോ, അതായത് അനുയോജ്യമാണോ? അതെ അല്ലേ? എങ്ങനെയാണ്? ഈ ഒരു സ്റ്റോറിയിലുള്ള ബോയ്ക്ക് അവൻ്റെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ഈ ട്രീൻ്റെ അടുത്ത് വന്ന് പറയും. അപ്പോൾ ഈ ട്രീ അതിനെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്യും. എങ്ങനെയൊക്കെയാണ്? ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട് അല്ലേ, പിന്നെ എന്താണ്, അവന് വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബ്രാഞ്ചസ്, ശിഖരങ്ങൾ, കൊമ്പുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനം അവന് ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ കൊടുക്കുന്നത്? ആ മരത്തിൻ്റെ ട്രങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തടി അല്ലേ, അതായത് അതിനെ തന്നെ കൊടുക്കുന്നതിന് സമമാണ്, ആ ഒരു മരത്തിനെ തന്നെ സാക്രിഫൈസ് ചെയ്യുന്നതിന് സമമാണ് അത്. അപ്പം ട്രങ്ക് വരെ കൊടുക്കുന്നുണ്ട് ഈ ഒരു കുട്ടിക്ക് അല്ലേ. അപ്പോൾ ഈ മരം എല്ലാം എന്ത് ചെയ്യാണ്, ആ ഒരു കുട്ടിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് ഗിവിംഗ് ട്രീ എന്ന് പറയുന്ന ടൈറ്റിൽ സ്യൂട്ടബിൾ അല്ലേ? അതെ. The title of the story, The Giving Tree, is very suitable for the story. അപ്പോൾ suitable ആണ്. Because in many situations we can see the tree gives the things that the boy asked for without expecting anything back. അതായത് പല സിറ്റുവേഷൻസിലും നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു ട്രീ എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടി ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വിതൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ബാക്ക്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ. The tree gives its fruits, branches and even the trunk only for the boy's needs. ആ ഒരു കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ആ ഒരു മരം കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട്, ബ്രാഞ്ചസ് കൊടുക്കുന്നുണ്ട്, ട്രങ്ക്, അതിൻ്റെ ഒരു തടി തന്നെ പിന്നെ മരം ആ ഒരു കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബോയിൻ്റെ ആവശ്യത്തിന് മാത്രമാണ്. അതായത് ഈ മരത്തിന് എന്തെങ്കിലും തിരിച്ചു കിട്ടുന്നുണ്ടോ? ഇല്ല, അതാ പറയുന്നത് കേട്ടോ. Which shows the care and love of the tree to the boy. അതെന്താണ് കാണിക്കുന്നത്? ആ ഒരു ട്രീയുടെ സ്നേഹം അല്ലേ, ലവും അതുപോലെ കെയറും ടു ദ ബോയിനോടുള്ള ആ ഒരു ഇഷ്ടവും കെയറും ഒക്കെയാണ് കാണിക്കുന്നത്. സോ ദ ടൈറ്റിൽ ഇസ് ആപ്റ്റ് ഫോർ ദ സ്റ്റോറി. അപ്പോൾ ഈ ഒരു സ്റ്റോറിക്ക് ഈ ഒരു ടൈറ്റിൽ എന്താണ്? ആപ്റ്റ് ആണ്, സ്യൂട്ടബിൾ ആണ്, അതായത് അനുയോജ്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി അബൌട്ട് ലവ്, കെയറിങ്, ഷെയറിങ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്താണ്? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എന്തിനെക്കുറിച്ചൊക്കെയാണ്? ലവ് ഉണ്ട്, കെയറിങ്, ഷെയറിങ്, പിന്നെ എന്താണ്? ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. ദ ട്രീ ഇൻവൈറ്റഡ് ദ മാൻ ടു സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ് ഓൺ ഇറ്റ്സ് സ്റ്റെമ്പ്. അപ്പോൾ ട്രീ എന്ത് ചെയ്യാണ്? ആ ഒരു മാനെ ഇൻവൈറ്റ് ചെയ്യാണ്, അതിൻ്റെ സ്റ്റെമ്പിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ദ മാൻ ഡിഡ് സോ ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ദ ട്രീ. അപ്പോൾ ആ ഒരു മാൻ എന്ത് ചെയ്തു? ആ ഒരു സ്റ്റെമ്പിൽ ഇരുന്നു, എന്നിട്ട് എന്ത് ചെയ്യാണ്? സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ദ ട്രീനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. വാട്ട് വുഡ് ബി ഹിസ് തോട്ട്സ്. അപ്പം ആ ഒരു സ്റ്റെമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് ആണ് ചോദ്യം. അപ്പം നമുക്ക് ആൻസർ ചെയ്യാം. എന്തൊക്കെയായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ആ ഒരു മരം ആ ഒരു കുട്ടിക്ക് അവൻ്റെ കുട്ടിക്കാലം തൊട്ട് അവൻ മുതിർന്ന് വളർന്ന് വലുതാകുന്ന വരെ ആ ട്രീക്ക് അവന് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ. പക്ഷെ അവൻ എന്തെങ്കിലും തിരിച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ ചിന്തകളൊക്കെ ആയിരിക്കും ഈ ഒരാളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവുക അല്ലേ. എന്താണ് എനിക്കിനിയിപ്പോൾ ഈ ഒരു ട്രീക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക എന്നൊക്കെ ആയിരിക്കും. പിന്നെ എന്താണ്, പണ്ട് അവർ ഒരുമിച്ച് നിന്ന സമയത്ത് ഉണ്ടായിരുന്ന കുറേ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാം. ഓ ഗോഡ്, ഹൗ കൈൻഡ് ദ ട്രീ ഈസ്. എൻ്റെ ദൈവമേ, ഈ ഒരു ട്രീ എത്രമാത്രം ദയുള്ളതാണ്. ദ ട്രീ ഈസ് മൈ ഗുഡ് കമ്പാനിയൻ ഇൻ മൈ ചൈൽഡ്ഹുഡ്. അതായത് എൻ്റെ ചെറുപ്പകാലത്തിൽ ഈ ഒരു ട്രീ ആയിരുന്നു എൻ്റെ ഒരു ഗുഡ് കമ്പാനിയൻ എന്ന് പറയുന്നത്, എൻ്റെ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു എന്ന് പറയാണ്. ഐ ഏറ്റ് ഇറ്റ്സ് ഫ്രൂട്ട്സ്, ക്ലൈംബ് ഇറ്റ്സ് ബ്രാഞ്ചസ് ആൻഡ് എൻജോയ്ഡ് ഇറ്റ്സ് ഷെയ്ഡ്. ഞാൻ എന്താണ്, അതിൻ്റെ ഫ്രൂട്ട്സ് ഒരുപാട് കഴിച്ചിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയൊക്കെ കളിച്ചിട്ടുണ്ട്, ബ്രാഞ്ചസിൽ, ശാഖകളിലൊക്കെ ഇങ്ങനെ കയറി കളിക്കാറുണ്ടായിരുന്നു. ആൻഡ് എൻജോയ്ഡ് ഇറ്റ് ഷെയ്ഡ്, അതായത് അതിൻ്റെ ആ ഒരു മറവിലിരുന്നിട്ട്, അതായത് തണലുണ്ടാവുമല്ലോ, തണലിലിരുന്ന് കളിക്കുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. വി എൻജോയ്ഡ് എ ലോട്ട് ഇൻ അവർ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു മരവും ആ ഒരു കുട്ടിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അവർ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ ആസ് ഐ സിറ്റ് ഓൺ ഇറ്റ് സ്റ്റംപ്. ഇപ്പം ഞാൻ ഈ ഒരു സ്റ്റെമ്പിൻ്റെ
മുകളിൽ ഇരിക്കുന്ന സമയത്ത് ഐ റിയലൈസ് ദാറ്റ് ഐ ആം നോട്ട് എ ഗുഡ് ഫ്രണ്ട്. ഞാൻ മനസ്സിലാക്കണം ഞാൻ നല്ലൊരു ഫ്രണ്ട് അല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ ഹാവ് ടേക്കൺ എവറിത്തിങ് ഫ്രം ഹിം വിത്തൗട്ട് ഗിവിങ് ബാക്ക് എനിത്തിങ്. ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് എല്ലാം എടുത്തു അല്ലേ, തിരിച്ചൊന്നും ഞാൻ നൽകുകയും ചെയ്തില്ല. അപ്പം സെൽഫിഷ് ആയിട്ടുള്ള ഒരാളല്ലേ, അപ്പം ഞാൻ നല്ലൊരു ഫ്രണ്ടാണോ എന്ന് അദ്ദേഹം ഉള്ളിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. നല്ലൊരു ഫ്രണ്ട് അല്ല എന്ന് മനസ്സിലാക്കാണ്. സ്റ്റിൽ ദ ട്രീ ഇൻവൈറ്റ്സ് മീ ടു സിറ്റ് ആൻഡ് ടേക്ക് റെസ്റ്റ്. എന്നിട്ടും ഇപ്പോഴും ആ ട്രീ എന്താ ചെയ്യുന്നത്? എന്നോട് അങ്ങോട്ട് വന്നിട്ട് അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തോളൂ എന്ന് പറയാണ്. ഹൗ ഗ്രേറ്റ് ദ ട്രീ ഈസ്. എന്തൊരു വലിയവനാണ് ഈ ഒരു ട്രീ എന്ന് പറയാണ്. വാട്ട് ക്യാൻ ഐ ഡൂ ഫോർ ദ ട്രീ. എനിക്ക് എന്താണ് ഇനി ഈ ഒരു ട്രീക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക? ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു ഗീവ് ഹിം എ ഗുഡ് കമ്പനി ഫോർ എവർ. എനിക്ക് തോന്നുന്നത് ഇനി ബാക്കിയുള്ള കാലം മുഴുവൻ ഈ ഒരു ട്രീക്ക് ഒരു നല്ല ഫ്രണ്ടായിട്ട് കൂടെ നിൽക്കുക എന്നുള്ളതാണ് നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു തീരുമാനം എന്ന് അയാൾ വിചാരിക്കുന്നു. ദാറ്റ് വിൽ മേക്ക് ദ ട്രീ ഹാപ്പി ആൻഡ് സ്ട്രെങ്തൻ അവർ ഫ്രണ്ട്ഷിപ്പ്. അത് ഇദ്ദേഹം കൂടെ ഉണ്ടാവുക എന്നുള്ളത് ആ ട്രീക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പം അത് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെയും ഒന്നും കൂടെ ദൃഢമാക്കും എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. അപ്പം ഇതാണ് ഞാൻ ചെയ്യുന്ന ആൻസർ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലൊക്കെ ചിന്തിക്കാം കേട്ടോ. ആക്ടിവിറ്റി 3 നോക്കാം. ഹിയർ ആർ സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ദ ഗിവിംഗ് ട്രീ. ദ ഗിവിംഗ് ട്രീ എന്ന് പറയുന്ന സ്റ്റോറിയിലുള്ള കുറച്ച് ഇവൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീഅറേഞ്ച് ദ ജംബിൾഡ് സെൻറ്റൻസസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസസ് റീഅറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ കറക്റ്റ് ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്, സ്റ്റോറിയിലുള്ള അതേ ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? കറക്റ്റ് ഓർഡറിലാക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് കറക്റ്റ് ഓർഡറിൽ വായിക്കാം. അപ്പം ഏത് സ്ഥാനത്താണ് അത് എന്നുള്ളത് നമ്പറും കൊടുക്കാം. അപ്പോൾ മക്കളത് നോട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സെൻറ്റൻസ് നമുക്കിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്താണ്? എ ബോയ് കംസ് ടു പ്ലേ വിത്ത് ദ ട്രീ എവറി ഡേ. എന്താണ്? ഒരു ബോയ് എന്നും ട്രീയുമായിട്ട് കളിക്കാൻ വരും. അതാണ് ആദ്യത്തെ സെൻറ്റൻസ്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. ഹി എൻജോയ്സ് ദ ട്രീസ് കമ്പനി ആൻഡ് ലവ്സ് ടു ക്ലൈംബ് അപ്പ്. അപ്പോൾ ട്രീയുടെ ഒരു കമ്പനി ആ കുട്ടി എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രീയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറാൻ ആ കുട്ടിക്ക് വളരെ ഇഷ്ടവുമാണ്. അപ്പം ഏതാണ് എന്നുള്ളത് നമ്മൾ ആ ഒരു പിക്ചറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 എന്ന് മാർക്ക് ചെയ്ത് കണ്ടല്ലോ. ഇനി നമുക്ക് തേർഡ് സെൻറ്റൻസ് നോക്കാം. As the boy grows older, he visits the tree less frequently. അപ്പോൾ ഈ ഒരു കുട്ടി വളർന്ന് വലുതാവുന്ന സമയത്ത് എന്താണ്? അവൻ ആ ഒരു ട്രീനെ വിസിറ്റ് ചെയ്യുന്നത് കുറഞ്ഞു വന്നു. നാലാമത്തെ സെൻറ്റൻസ് നോക്കാം. വൺ ഡേ ഹി കംസ് ആൻഡ് ആസ്ക്ഡ് ദ ട്രീ ഫോർ മണി. ഒരു ദിവസം ഈ കുട്ടി വന്നിട്ട് എന്ത് ചോദിക്കുകയാണ്? ആസ്ക് ദ ട്രീ ഫോർ മണി. പൈസ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അഞ്ചാമത്തെ സെൻറ്റൻസ് നോക്കാം. ദ ട്രീ ഗിവ്സ് ഹിം സം ഫ്രൂട്ട്സ് ടു സെൽ ഇൻ ദ സിറ്റി. അപ്പം ആ ഒരു മരം എന്ത് ചെയ്തു? ഫ്രൂട്ട്സ് കൊടുത്തു. സിറ്റിയിൽ വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് കൊടുത്തു. ആറാമത്തെ സെൻറ്റൻസ്. ഹി നീഡ്സ് എ ഹൗസ് ടു ലിവ് ഇൻ. അവനൊരു വീട് വേണം, അവന് താമസിക്കാൻ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഏഴാമത്തെ നോക്കിയേ. ദ ട്രീ ആസ്ക്സ് ഹിം ടു കട്ട് ഹെർ ബ്രാഞ്ചസ്. അപ്പം അവളുടെ ബ്രാഞ്ചസ് ചില്ലകൾ വെട്ടിക്കൊണ്ടുപോയിക്കോളാൻ പറയാണ് ട്രീ. എട്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. ഇയേഴ്സ് ലേറ്റർ ദ മാൻ ഈസ് നീഡ് ഓഫ് എ ബോട്ട് ടു സെയിൽ അവേ. അപ്പം എന്താണ്? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു മാൻ എന്ത് വേണം? ഒരു ബോട്ട് വേണം, ഒരുപാട് ദൂരത്തേക്ക് അങ്ങനെ സെയിൽ ചെയ്ത് പോകാൻ, കടലിലൂടെ യാത്ര ചെയ്ത് പോവാൻ. ഒമ്പതാമത്തെ സെൻറ്റൻസ്. ദ ട്രീ ഓഫേഴ്സ് ഇറ്റ്സ് ട്രങ്ക് ടു മേക്ക് എ ബോട്ട്. അപ്പോൾ ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തടി തന്നെ ആ ഒരു മരം കൊടുക്കുകയാണ്, ട്രങ്ക്. ഓക്കെ. പത്താമത്തെ എന്താണ്? ദ ഓൾഡ് മാൻ റിട്ടേൺസ് ടു ദ ട്രീ. ആ ഒരു മാൻ എന്തായി? വയസ്സനായി. അതിനുശേഷം തിരിച്ചു വന്നു. നൗ എ സ്റ്റംപ്. ഇപ്പോൾ ആ ഒരു മരം എന്താണ്? സ്റ്റംപ് മാത്രമാണ്. 11ാമത്തെ എന്താണ്? ദ ട്രീ സേസ് പ്ലീസ് കം സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ്. അപ്പം ട്രീ പറയാണ് പ്ലീസ് കം, വരൂ, വന്നിട്ട് എന്ത് ചെയ്യും? സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ്. എൻ്റെ സ്റ്റെമ്പിൻ്റെ മുകളിൽ ഇരുന്നിട്ട് റെസ്റ്റ് എടുത്തോളൂ എന്ന് ട്രീ പറയാണ്. അപ്പോൾ ഈ ഇവൻറ്റ്സ് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന സ്പേസിൽ എഴുതാം കേട്ടോ. ആക്ടിവിറ്റി 4 നോക്കാം. പെർഫോം എ പപ്പറ്റ് ഷോ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ദ ഗിവിംഗ് ട്രീ. ദ ഗിവിംഗ് ട്രീയുമായിട്ട് ബേസ് ചെയ്തൊരു പപ്പറ്റ് ഷോ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുക കേട്ടോ. പപ്പറ്റ് ഷോ എന്ന് പറഞ്ഞാൽ പാവകളി ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പം ഇത്രയാണ് നമ്മളുടെ ആക്ടിവിറ്റി വരുന്നത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.